നിലവിലെ ഡോറ് അടയ്ക്കാതെ വാഹനം ഉപയോഗിച്ചു എന്നുള്ളതാണ് 7 ബസ്സുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ പ്രധാന കുറ്റകൃത്യം. റിയർ ബ്രേക്ക് ലൈറ്റ് കത്താത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലും കർക്കശമായ നിലപാടുകളാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യേന ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സത്വര ശ്രദ്ധ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് RRTO ഓഫീസിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. കൊച്ചിയിൽ നിരത്തിൽ നിയമലംഘനം നടത്തിയ 7 സ്വകാര്യ ബസ്സുകൾക്ക് എൻഫോഴ്സ്മെൻറ്റ് RTO പിഴ ചുമത്തിയിരിക്കുകയാണ്. നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് RTO കെ മനോജ് നമ്മുടെ പച്ചരിയാണ്. സാർ, എന്തൊക്കെ വയലേഷനാണ് നമ്മൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയത്? എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? നിലവിലെ ഡോറ് അടയ്ക്കാതെ വാഹനം ഉപയോഗിച്ചു എന്നുള്ളതാണ് 7 ബസ്സുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ പ്രധാന കുറ്റകൃത്യം. കൂടാതെ ഒരു വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ മോശമായിരുന്നു, അതിൻ്റെ സ്പീഡ് ഗവർണർ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള വാഹനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുകയും അത് RTO ഓഫീസിൽ കൊണ്ടുവന്ന് വീണ്ടും റെഡിയാക്കി കാണിക്കുന്നതിന് ഉള്ള നിർദ്ദേശം നൽകുകയും അതിൻ്റെ പേരിൽ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുൻവശത്ത് തൂങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ചില അലങ്കാര വസ്തുക്കൾ മാറ്റുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. കാരണം വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിലും മറ്റുള്ളവരുടെ ദിശ മറയ്ക്കുന്ന രീതിയിലുമാണ് പ്രസ്തുത അലങ്കാര വസ്തുക്കൾ വെച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് റിയർ ബ്രേക്ക് ലൈറ്റ് കത്താത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലും കർക്കശമായ നിലപാടുകളാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും റോഡിൽ ഏകദേശം 400ഓളം സ്റ്റേജ് ഗാരേജുകളാണ് ആലുവ എറണാകുളം മേഖലയിൽ സിറ്റി ബസ് എന്നുള്ള നിലയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഉടമകളോടും ഈ കാര്യത്തിൽ കർക്കശമായ നിലപാടായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിത്യേന ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സത്വര ശ്രദ്ധ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് RTO ഓഫീസിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ പരിശോധന? മഫ്റ്റിയിൽ പോയാണ് പരിശോധിച്ചത്. കൂടാതെ എല്ലാ വാഹനങ്ങളിലും AMV അല്ലെങ്കിൽ MV കയറിയിട്ട് ഓരോ വാഹനത്തിലുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അതിനുശേഷം അപ്പോൾ തന്നെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഡ്രൈവർമാരോട് എൻഫോഴ്സ്മെൻറ്റിൽ വന്ന് അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ലൈസൻസിൽ അയോഗ്യത കൽപ്പിക്കുന്ന നടപടിക്രമമാണ് സ്വീകരിച്ചത്. യാത്രക്കാർക്ക് എങ്ങനെ പരാതിപ്പെടാൻ കഴിയുക ഇത് സംബന്ധിച്ച്? യാത്രക്കാർക്ക് 2 രീതിയിൽ പരാതിപ്പെടാം. ഒന്ന്, ഏത് വാഹനത്തിലാണ് അവർ കയറിയത് അതിൻ്റെ ടിക്കറ്റ് അവർ സൂക്ഷിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ വിലാസത്തിൽ നൽകാം. അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ തന്നെ സിറ്റിസൺസ് സെൻറ്റിനൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി അവർക്ക് പരാതി അപ്ലോഡ് ചെയ്യുവാൻ കഴിയും. ഈ പരാതി ആര് അപ്ലോഡ് ചെയ്തു എന്നുള്ള വിവരം പോലും പരാതി നോക്കുന്ന ഉദ്യോഗസ്ഥന് അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പരാതിപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള കാര്യവും പൊതുജനങ്ങളെ അറിയിക്കുന്നു. എന്തായാലും സ്വകാര്യ ബസ്സുകാരുടെ ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.